സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്, ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ആമസോണില് നമ്മുടെ കപ്പലോട്ടിക്കുവാണ് കേട്ടോ. കപ്പല് ഇങ്ങോട്ട് അല്ല ഈ പണി കിട്ടും. ഈ കാണുന്ന കപ്പല് ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഞാൻ ഈ പെറുവിലൂടെ ആമസോൺ നദിയിലൂടെ 3 ദിവസമുള്ള ബോട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസം. എല്ലാവർക്കും ഹിച്ചഗി നൊമാഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പറയുകയാണ്. ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബോട്ടിലാണ്. ബോട്ടിൽ രാവിലെ എല്ലാവരും നമ്മുടെ ഹാമോക്ക് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഹാമോക്ക് കെട്ടിയായിരുന്നു ആളുകൾ കടന്നത്. രാവിലെ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി യാത്ര തുടങ്ങിയിട്ട് രാവിലെ ആയപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ രാവിലെ ഓരോ ആളുകളായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അവർ കണ്ടില്ലേ, തേങ്ങയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു വില്ലേജ് കേട്ടോ. ആമസോൺ നദിക്ക് അടുത്തുള്ള ഒരു വില്ലേജാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ബിയറാണ് കേട്ടോ. ബിയറിൻ്റെ ബോട്ടിലുകൾ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നതാണ്. ഇറക്കിയതോ ഇനി തിരിച്ച് കയറ്റാനോ എന്തോ ആണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ മോട്ടോർ വണ്ടികൾ, ടാക്സി പോലത്തെ വണ്ടികളാണ് ഇവിടെ ഉള്ള ആളുകൾ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇസ്രായേലീസ് എന്ന് പറയുന്ന ഒരു ആളുകളാട്ടോ. തലയിൽ ഇതുപോലുള്ള ഷോൾ ഇട്ടിട്ടുള്ള ഒരു ജനസമൂഹമാണ്. എൻ്റെ തല ഒന്ന് കോതി വൃത്തിയാക്കണം, കാരണം ഇനി കോതിയില്ലെങ്കിൽ ഇനി ജട പിടിക്കും കേട്ടോ. എൻ്റെ തല ഓൾമോസ്റ്റ്, തലയല്ല മുടി ഓൾമോസ്റ്റ് വലുതായി. തൊട്ടപ്പുറത്ത് ചേച്ചിയുടെ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ചേച്ചിയുടെ പാന് ഫുള്ള് എൻ്റെ ഇതിലാവുമെന്തോ. അവരിവിടെയാണ് കിടക്കുന്നത്. കുറേ ആൾക്കാർ കണ്ടില്ലേ ഇവിടുന്ന് പോയി. ആ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ. ഇത് തന്നെ ഇവിടെ ബോട്ടിലിരുന്ന് നമ്മുടെ കുട്ടികളൊക്കെ ആഹാരം കഴിക്കുവാണ് കേട്ടോ. ഇവിടെ ആളുകൾ നമ്മുടെ ബോട്ടിലൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണം വിൽക്കുവാണ് കേട്ടോ. നമ്മുടെ മരിച്ചിനി എന്തൊക്കെയാണ് സംഭവങ്ങൾ. നമ്മുടെ ബോട്ട് 1 മണിക്കൂറോളം ഇവിടെ പോർട്ടിൽ നിർത്തിയിട്ടേക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അതിനോടൊപ്പം തന്നെ വല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ വാങ്ങണം. എനിക്ക് രാവിലെ വിശക്കുന്നു. സമയം രാവിലെ 6 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു ആമസോൺ കാട്ടിലെ ഒരു വില്ലേജാണ് കേട്ടോ. അങ്ങോട്ട് എന്തോ മാർക്കറ്റ് എന്തോ നടക്കുന്നു. ഞാൻ പോയി കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, അവര് മീൻ അഴിക്കുകയാണ് കേട്ടോ. മീൻ കട്ട് ചെയ്യുന്ന രീതി ഉണ്ടോ, ഇങ്ങനെ. അവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ അതിൻ്റെ ചെള്ള് കളയുവാണ്. ഇവിടെ ഇവര് കപ്പലിൽ തോണിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ് കേട്ടോ. കബയ്യോ കൊച്ചാന്നാണ് കേട്ടോ ഈ കാണുന്ന വില്ലേജിന്റെ പേര്. അടിപൊളി കേട്ടോ. ഇതാ ഇവിടെ നമ്മുടെ റെസ്റ്റോറന്റ്, പാട്ട്, ഇവിടെ നമ്മുടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന തടി, പിന്നെ നാരങ്ങ. ഈ കാണുന്ന ഒരു ലോങ് നീളമുള്ള മാർക്കറ്റാ. ഇവിടെ നമ്മുടെ തുണിയുടെ കടകള്, തുണി. ഇവിടെ ഫുള്ള് ക്ലോത്തുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ മീന്, പലതരത്തിലുള്ള മീനുകൾ. ഇവിടെ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുവാണ്. മീനെല്ലാം ക്ലീൻ ചെയ്ത് അറുത്ത്. ഇവിടെ ഡെയിലി ഇവർ മീനാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ചിക്കനെയും കാട്ടി കൂടുതൽ ഇതാ ധാരാളം മീൻ ഇവിടെ കിട്ടും ഈസി ആയിട്ട്. നോക്കിയേ, അവിടെ മീനെ വൃത്തിയാക്കുന്നതാണ്. ഇവർ മീനിൽ ഇങ്ങനെ ഇട്ട് വരയ്ക്കുവാണ് കേട്ടോ. ഇവിടെ ഒരു ചേച്ചി ഇരുന്ന് മീൻ വൃത്തിയാക്കുന്നു. ഇവിടെയൊക്കെ നമ്മുടെ വലിയ മീനുകൾ. ഇത് മറ്റേ മൂശി പോലത്തുള്ള മീനുകൾ. വലിയൊരു ഇത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഏത്തമ്പഴം കുറേ ഉണ്ട്. ഇവിടുത്തെ ആളുകൾ ശ്രദ്ധിച്ചോ, താടിയും പിന്നെ ഇവർ മുടിയൊക്കെ വളർത്തി. എനിക്ക് തോന്നുന്നു ഇവർ ഈ ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ ചേച്ചിക്കുന്നില്ല, അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ് കേട്ടോ. പിന്നെ ഈ കായ് ഇവിടെ എല്ലായിടത്തും കിട്ടും. ഇതിൻ്റെ ജ്യൂസ് ഞാൻ ഇന്നലെ കഴിച്ചു, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. നല്ല പിടയ്ക്കുന്ന മീൻ കേട്ടോ. നമ്മുടെ പരൽ മീനോ അതുപോലത്തെ ഉള്ള മീൻ എന്തോ അല്ലേ. ഇവിടെ നമ്മുടെ ബണ്ണ്, ജ്യൂസ്, മരിച്ചിനി. വാവ്, ഞാൻ ആ കപ്പലിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റൂലായിരുന്നു. ആ കപ്പലിൽ 3 വിദേശികളുണ്ട് കേട്ടോ, 3 ജർമ്മൻകാര്. അവരൊക്കെ അതിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ എപ്പോഴും. ഇവിടെ നമ്മുടെ പഴങ്ങള്, ബനാന.
അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇത് ഇസ്രായേലീസ് എന്ന് പറയുന്ന ഒരു വംശജരാണ് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിങ്, അവരെക്കുറിച്ച് പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടപ്പം. ഇവിടെ നമ്മുടെ ചായയും കടിയൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഞാൻ ഇതുപോലത്തെ ഇവരുടെ ഒരു സ്നാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് വരുന്നതെന്ന് പറയുമ്പോൾ ഒന്നിന് 60 രൂപയാണ് കേട്ടോ ഈ ഒരു സാധനത്തിന്. ഈ സാധനം ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞ കലിയന്തേ സി കലിയന്തേ മുച്ചോ കലിയന്തേ. ചൂടാണ് കേട്ടോ ഇത്, പക്ഷെ കുഴപ്പമില്ല, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മുടി വളർത്തിയ ചേട്ടന്മാരൊക്കെ ഇവിടുത്തെ ഇസ്രായേലി അങ്ങനത്തെ ഉള്ള വംശജരിന്നാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ അകത്ത് ചോറാണ് കേട്ടോ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലുണ്ടല്ലേ, മീനിൻ്റെ സൂപ്പും അതിൽ മല്ലിയിലയിട്ട് പിന്നെ ഒരു പഴവും നാരങ്ങ, ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഭക്ഷണങ്ങൾ. ഫുള്ള് മത്സ്യങ്ങളുടെ ഫുഡാണ് ഇവിടെ. ഇങ്ങോട്ടും മാർക്കറ്റുകളുണ്ട്, ഇങ്ങോട്ട് പിന്നെ നമ്മുടെ ഗ്രോസറി സാധനങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നത്. ഇവിടെ വേണ്ട ഒരു കോഴി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണോ അത് വാങ്ങുന്നതാണോ? അപ്പോൾ നമ്മുടെ പഴങ്ങൾ, അടിപൊളി കേട്ടോ ഇവിടെ ഉള്ള മാർക്കറ്റ് കാണാനായിട്ട്. ഞാൻ നടന്ന് ഇവരുടെ മാർക്കറ്റിൻ്റെ പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ മാർക്കറ്റിൻ്റെ പുറത്തൊന്ന് ഉള്ളിലോട്ടൊന്നും ഇവിടെ കയറുവാണ്. ഇനി ഇവരെല്ലാവരും മുടി നീട്ടി വളർത്തിയിട്ടുണ്ട് കേട്ടോ, ഇതുപോലുള്ള ആണുങ്ങൾ. ഇവിടെ നമ്മുടെ പഴം ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഫാമിലി ഫുള്ള് കണ്ടില്ലേ, അവരിങ്ങനെ ഉള്ള ഡ്രസ്സ് ധരിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ പഴത്തിൻ്റെ ജ്യൂസാണ് കേട്ടോ. പഴത്തിനെ ഇതാക്കി ഞാൻ അതും വാങ്ങിച്ചു, അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. വലിയൊരു രസമില്ല, എനിക്ക് മറ്റേത് ഇഷ്ടപ്പെട്ടു. മറ്റേത് പോയിട്ട് ഒന്നുകൂടെ വാങ്ങിച്ചു കുടിക്കാൻ പോകുന്നു. പിന്നെ ഞാൻ ഇവരുടെ ഈ ഒരു എമ്പനാദയും വാങ്ങിച്ചു കേട്ടോ. ഞാനിവിടെ പപ്പായ വാങ്ങിച്ചു. ഇതിന് ഓക്കെ എന്നെ ഇവിടുത്തെ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഇവിടെ പഴം വാങ്ങുന്നതിന്. 90 രൂപയ്ക്ക് പഴം. ഇതാണ് കേട്ടോ നമ്മുടെ പഴം. എനിക്കുള്ള ഭക്ഷണമായി, ഞാൻ ആശ്വാസമായി. ഗ്രാസിയാസ്. ഇവിടെ ധാരാളം നമ്മുടെ അവക്കാഡോയൊക്കെ ഉണ്ടല്ലോ. ഇഞ്ചിയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഉള്ള തന്നെയാണെന്ന് തോന്നുന്നു, ഇഞ്ചി സംഭവങ്ങളൊക്കെ. പിന്നെ ഈ പഴം ഞാൻ വാങ്ങിച്ചു ഓൾറെഡി. ഇവിടുത്തെ നമ്മുടെ ഡക്കൊക്കെ വിൽക്കാനുണ്ട് കേട്ടോ. ഈ കാണുന്ന പ്ലേറ്റ് സാധനങ്ങൾ, ഈ സാധനമാണ് ഇവിടുത്തെ കാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട് കേട്ടോ. ഇതിവരിങ്ങനെ അറുത്തറുത്ത് എടുക്കും. എനിക്കിഷ്ടമില്ലാത്ത സാധനം. ഇന്നലെ ഞാൻ ജ്യൂസ് കുടിച്ചതാ, ഇതിൻ്റെ ജ്യൂസ്. ഇനി അങ്ങോട്ട് നമ്മുടെ മാർക്കറ്റ് നിരന്ന് നടക്കുന്നുണ്ട്. അങ്ങോട്ട് പിന്നെ നമ്മുടെ കപ്പട ക്ലോത്തൊക്കെയാണ്, തുണിയും സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തോട്ട്. ഞാനിനി മാർക്കറ്റിനെ വിട പറഞ്ഞു. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള സെക്യൂരിറ്റി പോലീസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഈ മാർക്കറ്റിൽ പോലീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇനി തിരിച്ച് നമ്മുടെ ബോട്ടിലോട്ട് നടക്കുക. അവരെനിക്ക് ഒന്ന് 10-15 മിനിറ്റിനുള്ളിൽ ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എൻ്റെ ബോട്ടിൽ തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ ബോട്ട് ഫുള്ളായി കേട്ടോ. ആളുകൾ കയറി ഹാമോക്കൊക്കെ ഇട്ട് തുടങ്ങി. ഇവിടെ എല്ലാവർക്കും ഇവർ ബണ്ണും ഒരിതും കൊടുക്കുന്നുണ്ടല്ലോ, ചായയും കൊടുക്കുന്നുണ്ടല്ലോ. എനിക്കിവർ ഇതിൽ നിന്ന് തന്നെ ഇവരുടെ ഒരു ഗ്രാസിയാസ് ഒരു ഡ്രിങ്കും ഇതാണ്ടേ ഇവരുടെ ഇത് കണ്ടില്ലേ, സൂപ്പ്. ഇതെന്ത് സാധനമാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ, ഇത് നേരത്തെ കുടിച്ച ആ സാധനം കേട്ടോ, പക്ഷെ നേരത്തെ കുടിച്ചതായിരുന്നു ടേസ്റ്റ്. ഇത് വലിയ അധികം ടേസ്റ്റ് കുറവാണ്. നമ്മുടെ ബണ്ണ് മുക്കിയിട്ട് കഴിച്ചു നോക്കാം.
കൊള്ളാം കേട്ടോ, അടിപൊളി സാധനം. ഇത് ഒരു യുക്ക യുക്ക Leche. leche. Avena con leche. Avena con leche. Leche de vaca viuda. പാലും അബന്നെ എന്ന് പറഞ്ഞ എന്തോ സാധനമാണ് കേട്ടോ. ബിയൻ ബിയൻ. ഇവിടെ ഇവളെപ്പോഴും ഓടി ഓടി നടക്കും കേട്ടോ. അവളുടെ അമ്മ പിടിച്ചു ചേർത്തു. പ്ലീസ് por favor. കേട്ടോ, പാവമാണ് കേട്ടോ, നല്ല രസമാണ്. ഇവിടെ കുറേ കുട്ടികളുണ്ട്. അല്ല, ഇവിടെ ഒരു കുട്ടിയുണ്ട്. ഇവിടെ രാവിലെ ആളുകൾ ഇവിടെ തടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തടി വാങ്ങാനായിട്ട് കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളാണ്. ഇതാണ് ഇവരുടെ ഇസ്രായേലീസ് എന്ന് പറയുന്ന ഒരു സഭയുടെ ആളുകളെല്ലാം ഇതുപോലെയാണ്. താടിയും വളർത്തി മുടി വളർത്തും കേട്ടോ. അവർ മുടി അങ്ങനെ വെട്ടൂല. ഇവിടുത്തെ പൊളിറ്റിക്കൽ സംഘടനകളുടെ ചിഹ്നം കണ്ടോ, മീനാണ് കേട്ടോ. മീനാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചിഹ്നം. ഇവിടുത്തെ ആളുകളെല്ലാം ഈ മതത്തിൽ പെട്ടവരാണ് കേട്ടോ. മുടിയും വളർത്തി നമ്മുടെ പർദ്ദ പോലത്തുള്ള ഡ്രസ്സൊക്കെ ധരിച്ച്, റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ പർദ്ദ പോലുള്ള ഡ്രസ്സ് ധരിക്കും. റിലീജിയസ് അല്ലാത്ത ആൾക്കാർ എന്താ പറയുക, സ്കർട്ട് ഇട്ടിട്ട് തലമറയ്ക്കും. അപ്പോൾ ഇവിടെ തുണി കഴുകുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ഇരുന്ന് കുട്ടികളൊക്കെ തുണി കഴുകിക്കൊണ്ടിരിക്കുക ആ ഭാഗത്ത്. അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഈ വില്ലേജിൽ നിന്ന് ഇനി നമ്മുടെ പുതിയ യാത്ര തുടങ്ങുവാണ്. ആ കാണുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പോയ നമ്മുടെ മാർക്കറ്റൊക്കെ ഉള്ളത്. നമ്മുടെ ഇത് കുഞ്ഞ് ആമസോൺ നദിയാണ്. ഹോലാ, ബുനോസ് ദിയാസ്. ഇതാണ് കേട്ടോ നമ്മുടെ കപ്പിത്താനോ. ആ തു സെഞ്ഞോറ. ആ ഓക്കെ. ഹോലാ. പുള്ളിക്കാർക്ക് ഷൈ കേട്ടോ. എനിക്കൊന്ന് നീ ഇന്ത്യ. Mucho gusto. Perú, nosotros. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ഗ്യാസ് സ്റ്റേഷൻ. ഈ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് ബോട്ട് സ്റ്റേഷനാണ് കേട്ടോ. അത് പെറുവിന്റെ കൊടിയാ. ഇതാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഹോൺ കേട്ടോ. ഇതിൽ പിടിച്ച് കറക്കുമ്പോ ഹോൺ കേൾക്കും. കൊള്ളാലോ. Yo, my friend. My friend. Amigo. Vamos, Iquitos. Amazonas. നമ്മുടെ ചെറിയ കൈവഴിപ്പുഴയിൽ നിന്ന് നമ്മുടെ വലിയ ആമസോൺ നദിയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് അങ്ങോട്ട് മുഴുവൻ കാടുകളാണ് കേട്ടോ. ഫുള്ള് ജംഗിളാണ്. നമ്മൾ നേരെ ഈ ആമസോൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിട്ടാണ് ഇക്കിത്തോസ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത്. ഇതിനിടയ്ക്കുള്ള 2-3 സ്റ്റോപ്പിലൊക്കെ അവർ നിർത്തും കേട്ടോ പല ആളുകളെ. ഇനി എനിക്കൊന്ന് വൈകിട്ട് എന്തോ ഒരു സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നിർത്തിയ സ്റ്റോപ്പിൽ തന്നെ ഏകദേശം 2-3 മണിക്കൂറോളം അവർ ഹാൾട്ട് ചെയ്തിട്ടിരുന്നു. കാണുന്ന റഷ് ജംഗിളാണ് കേട്ടോ. ഫുള്ള് സൂര്യ വെളിച്ചം പോലും അകത്ത് പോകാത്ത രീതിയിലുള്ള കാടുകളാണ്, ആമസോൺ വനങ്ങളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആമസോണിലോട്ട് വരുന്നത് നമ്മുടെ ഫ്ലൈറ്റ് യാത്രയുടെ വീഡിയോ ഇട്ടിട്ടില്ല. അതിൽ നിന്ന് കണ്ടപ്പം തന്നെ ഫ്ലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുവാണ് കേട്ടോ. മറ്റേ ഇങ്ങനെ മരങ്ങൾ അത്രയ്ക്ക് അതിമനോഹരം. കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയും പ്ലാസ്റ്റിക്കും എല്ലാം അവർ ഇതുപോലെ പുഴയിലാണ് കേട്ടോ ഇടുന്നത്. ഈ കാട്ടിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ. അതോ ആ കാണുന്ന വീട് കണ്ടില്ലേ, ഇവരുടെ കൃഷി, കൊലകൃഷി, പപ്പായ കൃഷി. പപ്പായയും കൊലയാണ് കേട്ടോ ധാരാളം ഇവിടെ ഉള്ളത്. ബട്ട് ഇത് നമ്മളിപ്പം ഇറങ്ങി അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. ബോട്ട് ഭയങ്കര സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇവിടെ വീടുകൾ. അല്ലെങ്കിൽ പിന്നെ തിക്ക് ജംഗിളിലോട്ട് പോകുമ്പോൾ നമ്മുടെ വീടുകളൊന്നും നമുക്ക് കാണാനായിട്ട് അങ്ങനെ സാധിക്കില്ല കേട്ടോ. വേറെ ഒരു പരിപാടിയില്ല കേട്ടോ. ബോറടിച്ചിങ്ങനെ പോസ്റ്റ് അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. When you first they ask you for the ticket and I didn't bring my phone. അപ്പോൾ ഇവര് പറയുന്നത് സ്ലോ ബോട്ടിൽ പൈസ കൂടുതൽ, ഫാസ്റ്റ് ബോട്ടിൽ പൈസ കുറവാണെന്നാണ് കേട്ടോ. അതെനിക്കറിയില്ല കേട്ടോ. നീ മനസ്സിലാവുന്നില്ല. ഫാസ്റ്റ് ബോട്ട് 15 മണിക്കൂർ കൊണ്ടെത്തും. സ്ലോ ബോട്ട് ഇപ്പം ഞാൻ പോകുന്ന ബോട്ട് 3 ദിവസം എടുക്കും കേട്ടോ. അവിടെ വേറൊരു വീട് കേട്ടോ, കോഴിയും പശുവൊക്കെ ഉള്ള വീട്. ആ കുട്ടി കുറേ നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഏതെങ്കിലും ബോട്ട് കാണുന്നത്. ഓടി വന്നതാണ്ടേ, ഓടി വരുവാണ് കേട്ടോ.
പശുവൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന വില്ലേജ് അല്ല, ആകെ ഒറ്റ വീടാണ്. അവർക്ക് ബോട്ടുണ്ട്. ആ പശു, കോഴി. നമ്മുടെ ബോട്ട് എപ്പോഴും കര പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഒന്നുകിൽ ഈ കര അല്ലെങ്കിൽ ആ കര, ഏതെങ്കിലും കര പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എന്തുകൊണ്ടെന്ന് അറിയില്ല. ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ബോറെന്ന് പറഞ്ഞാൽ അബുറീദോ എല്ലാവരും പോസ്റ്റ് അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് 18 വയസ്സേ ഉള്ളൂ. ഒരു മോനൊക്കെ ഉണ്ട്. ഹായ്. പുള്ളിക്കാരിക്ക് 33 വയസ്സുണ്ട്. 5 മക്കളുണ്ട് കേട്ടോ. 5 മക്കൾ. ഇവിടെ നോക്കി ഏതൊരു കൊച്ചു പയ്യന കേട്ടോ. അവൻ ഈ കാട്ടിൽ എന്തെടുക്കണമെന്നോ. ഇതുപോലുള്ള വാഴയും മരിച്ചിനിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ, ആളുകളുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവർ ചില കമ്മ്യൂണിറ്റികളായിട്ട് താമസിക്കുന്ന ആളുകളെ ഇവിടെ കുറേ കാണാനായിട്ട് സാധിക്കും. അവരെന്തൊക്കെ വരുന്ന വഴിയിൽ എന്തൊക്കെ കുക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഐലൻഡിൽ ആളുകളുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അങ്ങ് ദൂരെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു എന്തോ കാണുന്നുണ്ട്. അവിടെയും മനുഷ്യന്മാരുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആരോ ആംഗ്യം കാണിച്ച് വിളിക്കുന്നുണ്ട്. അവിടെ കുറേ തൂമണാങ്കുരുവികളുടെ കൂടുണ്ട് കേട്ടോ ഈ മരത്തിൽ. അങ്ങനെ അവരെ അവിടെ നമ്മളാക്കിയിട്ട് നമ്മൾ പോവാണ്. നമ്മുടെ ചിമ്പോത്തെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ കച്ചവടക്കാരാണ് കേട്ടോ. കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ബോട്ടിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരുന്നതാണ്. ഓടിക്കയറുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും തണ്ണിമത്തന് പല സാധനങ്ങളുണ്ട് കേട്ടോ. ജ്യൂസ്, വെള്ളങ്ങള്. ഇതെന്ത് സാധനമോ എന്താണെന്ന് പറഞ്ഞൂടല്ലോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട്, എമിഗ്രേഷൻ്റെ ചേട്ടനാണ് കേട്ടോ. പുള്ളി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പാസ്പോർട്ട് എവിടെയെന്ന് ചോദിച്ചേട്ടാ. ആ പെറോ നോ ഇമിഗ്രാൻഡേ. പുള്ളിക്കാരൻ വിചാരിച്ചാണ് ഞാൻ എമിഗ്രൻ്റ് എന്ന് വിചാരിച്ചാണ് കേട്ടോ. ധാരാളം ഇന്ത്യൻസ് ഇതുപോലുള്ള ബോട്ടുകളിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, ആമസോൺ വഴി എമിഗ്രൻസ് ആയിട്ട്. അപ്പോൾ ോ ഹലോ ഓക്കെ. ഇത് ഈ നാട്ടിലെ രാജാവെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ്റെ ചിഹ്നവും മീനാണ്, ഫുള്ള് മീൻ. പിന്നെ ഇവിടെ ഇതെന്താ സംഭവം, കുറേ വർഷങ്ങളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഉള്ള ഒരു കുഞ്ഞു കട. നമ്മുടെ പോലീസും പട്ടാളവും ഒക്കെ എമിഗ്രേഷൻ്റെ ആൾക്കാരൊക്കെ ഏതോ ബോട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ. ചെക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഗ്രസിയസ്. ഞാൻ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. വെള്ളമാണ് നമുക്ക് പ്രധാന ആവശ്യമായിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഇവിടെ അത്ര വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ ഈ വില്ലേജിൽ. ഞാനിവിടെ വെള്ളം വാങ്ങിച്ചു. വെള്ളത്തിന് 150 രൂപയാണ് കേട്ടോ. ആ വലിയ ഇത് നല്ല അത്യാവശ്യം വിലയൊന്നുമില്ല. ഇത് വേറെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇവിടുത്തെ വേറെ പ്രസിഡൻഷ്യൽ ഇലക്ഷനോ എന്തിനോ ഇവിടുത്തെ ലോക്കൽ ഇലക്ഷനോ എന്തോ ഉള്ള ആളുകൾ. ബോട്ടിൽ ഫുള്ള് മനുഷ്യരാണല്ലോ എൻ്റെ പടച്ചോനെ, ഫുള്ള് ആളുകളാണ്. ഇവിടെ നമ്മുടെ മീൻ, ചിക്കന്, ഇതുപോലുള്ള വെള്ളങ്ങൾ, കുറേ സാധനമുണ്ട് കേട്ടോ. അവിടെ തന്നെ എല്ലാവരെയും പോലീസ് ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. പാസ്പോർട്ട് ഒരിക്കൽ ചെക്ക് ചെയ്താണ് അവർ വീണ്ടും വന്നത്. വേറെ പട്ടാളോ വീണ്ടും പുള്ളിക്കാരൻ ചെക്ക് ചെയ്ത കേട്ടോ.
അവർ ഫുഡ് കൊണ്ടുപോകുന്നുണ്ടോ, ഇതല്ലാത്ത ഫുഡ് പുള്ളി എല്ലായിടത്തും ചെക്ക് ചെയ്യണം കേട്ടോ, എല്ലാവരുടെ ബാഗുകളിലും. ഇവിടെ നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട്. ചോറ്, മീനോ ചിക്കനോ എന്തോ ആണ് കേട്ടോ, എന്തോ സാധനമാണ് ഈ കാണുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ സ്പെഗറ്റിയും, അതിൽ ഫിഷോ പിന്നെ കുറച്ച് ചോറും. ഇതാണ് കേട്ടോ ചെറിയ ആഹാരം കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. 3 ദിവസത്തേക്ക് ഏകദേശം 2500 രൂപയാണ് ബോട്ട്. അതിൽ നമുക്ക് ഫുഡും ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ലഞ്ച്. പുള്ളിക്കാരെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നുണ്ടോ സാധനങ്ങൾ, പോലീസ് പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ബിയർ, ഇവിടെ ബിയറൊക്കെ കൊണ്ടുപോകാനാണ്. ഇവിടെ ആക്ച്വലി ഇവർക്ക് ബ്രസീലിൽ നിന്ന് ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇവർ പെറുവിലോട്ട് കൊണ്ടുവരും. അതുകൊണ്ടാണ് ലാസ്റ്റ് കയറിയ പോലീസ് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഓരോ ആളുകൾ കച്ചവടത്തിനൊക്കെ വേണ്ടിയൊക്കെ. കുട്ടാ കഴിച്ചോ? കൊമീത ബിയൻ തൂ കൊമീത ഫിനിഷ്. അടുത്തൊരു വീട്ടുകാർ മാടി വിളിക്കുവാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇവർ നമ്മളെ വിളിക്കുന്നത് നിർത്താൻ വേണ്ടി. നമ്മുടെ ക്യാപ്റ്റൻ ഇവിടെ നിർത്തുവാണ് വണ്ടി. കപ്പിത്താൻ, അവര് കൃഷി ചെയ്ത സാധനങ്ങളെന്തോ ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയിൽ തരുവാണ് കേട്ടോ. അവര് വണ്ടിയിലോട്ട് കയറുന്നില്ല എന്ന് തോന്നുന്നു. Joco English, no sé, no entiendo. Joco no entiendo. Esto dice. Oh, bulb. Hablar, bulb. എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്, ഓരോ വാക്കുകൾ പറഞ്ഞിട്ട് അതിന്റെ ഇംഗ്ലീഷ് ചോദിക്കുകയാണ് കേട്ടോ അവള്. Tu nombre? ¿Ah? Angelita. Tu nombre es Angelita? Bien. Angelitയാണ് കേട്ടോ അവളുടെ പേര്. ഇത് സംഭവം വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ കറക്കുക. ആ കാണുന്ന ഒരു സാധനം ഫ്രണ്ടിലോട്ട് പോകാന്, അത് നേരെ പിടിച്ചാക്കിയാൽ പുറകിലോട്ട് റിവേഴ്സ്. ആ കാണുന്നത് നമ്മുടെ ഫാസ്റ്റ് ആയിട്ട് പോകാനായിട്ടുള്ള ആക്സിലേറ്റർ ആണ് കേട്ടോ. അത്രയേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല കേട്ടോ ബോട്ട് ഓട്ടിക്കാൻ. നോസ്, ഐസ്, eyelash, eyelash. ¿Eh? ¿Qué? Finger. Wire. എൻ്റെ അടുത്ത് എല്ലാം തൊട്ട് കാണിച്ചിട്ട് ഇംഗ്ലീഷ് വയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കാട് വഴി കൂടെയൊക്കെയാണല്ലോ നമ്മളിപ്പം പോകുന്നത്. നമ്മളിപ്പം ചെറിയ ഏതോ വഴി കൂടെയൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്ന് ഇതുപോലെ ഇങ്ങനെ കൈവരികളുണ്ട് കേട്ടോ, കാട്ടിന്റെ ഉള്ളിലോട്ട് പോകുന്ന. ഇവിടെ തോന്നുമ്പോ മഴയാണ് കേട്ടോ. ആമസോണിൽ മഴ പെയ്യുന്ന കാണാൻ എന്താ രസം. അവിടെ നോക്കി കുട്ടികളൊക്കെ കൊണ്ട് മീൻ പിടിക്കുന്നത്. Oh my god. എന്റെ പുതിയ കമ്പനിയാണ് കേട്ടോ. എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. എന്റെ ദേഹത്തൊക്കെ എപ്പോഴും കയറി പിടിക്കണം. ഇതെന്ത്, അതെന്ത്, ഇതെന്ത്. മീര 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 മീര
നല്ല മഴയാണല്ലോ പടച്ചോനെ. നമ്മൾ ഏതോ അടുത്തൊരു വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മള് സാധനം എന്തോ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ വള്ളം വീണ്ടും തിരിക്കുന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പൊ അവിടെ വേറെ ആരൊക്കെ കയറി വരുന്നുണ്ട് നമ്മുടെ ബോട്ടിലോട്ട്. പുറത്ത് കനത്ത മഴ. എനിക്ക് ഫ്രീ ആയിട്ട് മുടി മസാജ് ഒക്കെ ചെയ്തു തരുന്നു കേട്ടോ. നമ്മളിപ്പോ റിവേഴ്സ് ഗിയറിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇതില് 2 ഗിയറേ ഉള്ളൂ. റിവേഴ്സ് ഗിയറും നമ്മുടെ ഫ്രണ്ട് ഗിയറും, ഫ്രണ്ടിലോട്ട് പോകുന്നതും പുറകിലോട്ട് പോകുന്നതും. ഇപ്പൊ ദാ സ്പീഡ് കുറച്ച് നമ്മള് ചുമ്മാ ഇരിക്കുന്നില്ലല്ലോ. ഇനി നമ്മള് ഫ്രണ്ടിലോട്ട് പോകുന്ന ഗിയർ ഇട്ടു, വളയ്ക്കുന്നു. ഈസിയാണ് കേട്ടോ. ഗിരാ ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സ്പീഡ് കൂട്ടും കേട്ടോ. ഫ്രണ്ടിലോട്ട് ഫുള്ള് ഗിയർ ആക്കി നമ്മൾ സ്പീഡ് കൂട്ടി പോവാണ്. സിമ്പിളാണ് കേട്ടോ ഇത്. നമ്മുടെ ഈ വില്ലേജിൽ ആളിറങ്ങാനുണ്ടെന്ന് തോന്നുന്നു. ബിയൻവെനീദോ സാൻ ഫിലിപ്പെ എന്ന് പറയുന്ന വില്ലേജിലോട്ടാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഏതെങ്കിലും കത്തോലിക്കൻ്റെ ഏതെങ്കിലും സാൻ ഫിലിപ്പ് അങ്ങനെ ഓരോ ആളുകളുടെ പേരിലുള്ള വില്ലേജുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം തന്നെ. പിന്നെ ഭാഷയെ കളിയാക്കുവാണ് കേട്ടോ. Uno, dos, tres. No. Destrozado. Too simple. എന്നെ ഒന്ന് ഉറങ്ങാനും പോലും സമ്മതിക്കില്ല ഇവള്. നീല നമ്മള് സാൻ പൗലോസ് എന്ന് പറയുന്ന വലിയൊരു വില്ലയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എല്ലാരും വെള്ളത്തിൽ നിന്ന് കളിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താ സെലിബ്രേഷൻ ആണോ എന്തൊക്കെ? ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പോർട്ട്. നമ്മൾ ഇതിനടുത്തോട്ട് കൊണ്ടാക്കും. ഇവിടെ എന്തോ കാർണിവൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ കാർണിവലിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 2026 കാർണിവൽ. നമ്മൾ ഇങ്ങോട്ട് അടുപ്പിച്ച് കയറ്റുവാണ് നമ്മുടെ ബോട്ട്. കാണുന്നതാണ് കേട്ടോ കാർണിവൽ സാൻ പാബ്ലിനോ. ഇവിടുത്തെ കാർണിവലാണ്. അതിന്റെ അലങ്കാരങ്ങളാണ് അവിടെയൊക്കെ കാണുന്നത് നിങ്ങൾ. നമ്മുടെ ബോട്ടിൽ കച്ചവടക്കാർ ഇതാ ഓടി വരുവാണ് നമ്മുടെ ബോട്ടിൽ കയറാൻ വേണ്ടി. കയറുന്ന ഈ എല്ലാവരും കച്ചവടത്തിനാണ് കേട്ടോ. വാമോസ്. ഇവള് എൻ്റെ കമ്പനി, അവളുടെ അമ്മയാണ് ആ കാണുന്നത്. ഞാനിനി ഇവരുടെ ഗ്രാമത്തിലോട്ട് പോവാണ് കേട്ടോ. നോക്കിയിട്ട് വരാൻ ഇങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ കൊലകള്, സാധനങ്ങള്. ഞാനും ഇവരുടെ പേരും എനിക്കറിഞ്ഞൂടല്ലോ. എഹലിത്തയുടെ അമ്മയുടെ നമ്മൾ കാർണിവൽ കാണാൻ വേണ്ടി പോവാണ്. കാണുന്നതാണ് കേട്ടോ നമ്മുടെ സാൻ പൗലോ. ഓ ഇവിടെ പോർട്ട് നമുക്ക് ഇങ്ങനെ അടച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. Bonito espacio al señor Juan Lao del Águila, aunque nos está prestando este bonito estrado, sus equipos, porque sin eso. ഇങ്ങോട്ട് ഇവരുടെ മാർക്കറ്റ് ഏരിയകളാണ് കേട്ടോ. മാർക്കത്തോ
San Pablo. സാൻ പാബ്ലോ മാർക്കറ്റോ? Sí. സാൻ പാബ്ലോ മാർക്കറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ അങ്ങനെ അധികം പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. Está bonito. കമ്മ്യൂണിറ്റ Está bonito. കൊമിന്തോ. ഇവിടെ എല്ലായിടത്തും ഇതുപോലത്തുള്ള മോട്ടോർ എപ്പോബ്ലോ ഇതാണ് കേട്ടോ ഇവിടുത്തെ മോട്ടോർ ടാക്സികളും സംഭവങ്ങളും. പിന്നെ ഈ കാണുന്നത് കുഞ്ഞ് ഇതെല്ലാം ഇവർ നമ്മുടെ കപ്പലിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ്. കപ്പലിപ്പം പോകുമെന്തോ. നമ്മൾ മാത്രം ഇവിടെ താണ്ട് കുറേ ചെരുപ്പുകൾ, നേരത്തെ പോലീസ് വന്ന് കുറേ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് പോയി കേട്ടോ കേട്ടോ. ആ സി ഇതാ കണ്ടില്ലേ ആളുകളൊക്കെ. ഓക്കെ എല്ലാ മീൻ അവളുടെ ഇത് പൊട്ടിയോ? നമ്മുടെ ബോട്ട് സൈറൻ അടിച്ചു എന്ന് പറഞ്ഞ് ഓടുകയാണ് കേട്ടോ. ബോട്ട് പോവോ? ഇവിടെ പകല് കാർണിവലാണ് കേട്ടോ. എന്തൊക്കെ Porque de los tales es el reino de los cielos. Ya chicos. നമ്മൾ പോയ സമയത്തിനുള്ളിൽ ഇവിടെ ദാ വേറെ ബോട്ടൊക്കെ വന്നു. ബോട്ടിൻ്റെ അകത്ത് സ്കൂട്ടർ, അതുകൊണ്ടേ ബൈക്ക്, കുറേ സംഭവങ്ങളുണ്ടല്ലോ. ആ സ്കൂട്ടർ ഇവിടെ നമ്മുടെ ലൈവായിട്ട് അപ്പുറത്ത് വേറെ ബോട്ടാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഇതാ അവിടെയും ഫുള്ള് ഹാമോക്കും ഇതും. അതിൻ്റെ അകത്ത് ഫുൾ ആൾക്കാരാണ് കേട്ടോ സാധനങ്ങൾ വിൽക്കാനായിട്ട്. ഒരബദ്ധം പറ്റി കേട്ടോ, എൻ്റെ ക്യാമറ ആരോ അടിച്ചുകൊണ്ട് പോയി. ഞാൻ അവരോടെ പുറത്തു പോയില്ലേ, ഇവിടെ ക്യാമറ വെച്ചിട്ട് ഈ ക്യാപ്റ്റൻ്റെ അടുത്ത് കൊടുത്തിട്ട് പുള്ളിക്കാരൻ എവിടെയോ പോയപ്പോൾ ഈ 2-3 ബോട്ട് ഒരുമിച്ച് കിടന്ന് ആ സമയത്ത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി കേട്ടോ. എനിക്ക് കരച്ചിലും മറന്ന്. ഇനി ആ പശുക്കളെ ഇതിലോട്ട് കയറ്റുവാണെന്ന് തോന്നുന്നു. ഈ കാണുന്ന ബോട്ടിലോ അതോ അപ്പുറത്തെ കാണുന്ന ബോട്ടിലോ അതോ ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇതിൽ കയറി ആരോ ആണ് കേട്ടോ എൻ്റെ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. എന്തായാലും അവർക്കൊന്നിനും ഉപകാരപ്പെടൂല അത്. എന്നിട്ടും എന്തിനാണെന്തോ അടിച്ചു മാറ്റിയത്. എനിക്ക് തലയൊക്കെ കറങ്ങുന്നുണ്ട് കേട്ടോ സത്യത്തിൽ. വൈകുന്നേരം അടുത്ത മീലും ഉണ്ട് കേട്ടോ. അടുത്ത സൂപ്പോ എന്തോ സാധനമാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത്. ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അടുത്ത ഏതോ സ്ഥലത്ത് നമ്മുടെ വണ്ടി നിർത്തുവാണ്. അവിടെ നിന്ന് ആൾക്കാർ കയറുവാണ്. എനിക്കിവിടെ സൂപ്പ് കിട്ടി. സൂപ്പിൽ ഒരു ചിക്കനും പിന്നെ നമ്മുടെ പഴമാണ് കേട്ടോ, പ്ലാറ്റിനോ. ഇതാണ് സൂപ്പ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. ഹലോ. ഇവിടെ സമയം ഇരുട്ടാവാറായിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഇരുട്ടായി. ഇവിടെ പശുവിനെയൊക്കെ ഉണ്ട്. ഇവിടെ 2-3 വീടുള്ള ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലത്താണ് എൻ്റെ സാധനം വെച്ച് പോയത്. ബിഗ് ബാഗ് പുള്ളിക്കാരൻ എന്നെ കുറിച്ച് എന്താ പറയാണ് കേട്ടോ. ആരെടുത്തോണ്ട് പോയാ എന്തോ എൻ്റെ ക്യാമറ ആരുടെ കയ്യിലായാലും അത്
അയ്യാ പുള്ളിക്കാരൻ അവിടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയുവാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ വള്ളങ്ങൾ കൊണ്ടുവന്നിട്ട് കൊലകൾ കയറ്റുവാണ്. അവൾക്ക് സന്തോഷായിട്ടോ എൻ്റെ ക്യാമറ പോയോണ്ട്. ഞാൻ കുളിച്ചിട്ട് 2 ദിവസമായി. കുളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടുത്തെ ബാത്റൂം കണ്ടില്ലേ? സോറി, ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ സോറി കേട്ടോ, ഞാൻ ഓർത്തില്ല. പെട്ടെന്ന് ബാത്റൂം കാണിക്കുകയും ചെയ്തു. ഇനി എനിക്ക് കുളിക്കുകയും വേണം. ഇവിടെ നിന്ന് പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വീഴും. സത്യം പറഞ്ഞാൽ വെറും മോശം വൃത്തിയായിട്ട വെള്ളമാണ് കേട്ടോ. വാട വെള്ളമാണ്, ഇത് കുടിക്കാൻ പറ്റൂല. അഴുക്ക വെള്ളമാണ് കേട്ടോ. ഇതിലാണ് ആളുകളെല്ലാം കുളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുളിക്കുന്നു. കാരണം 2 ദിവസമായി കേട്ടോ കുളിച്ചില്ല. കുളിച്ച് റെഡിയായി. എൻ്റെ തുണിയൊക്കെ ഞാനിവിടെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മിന്നൽ വെട്ടല്. അവിടെ നമ്മുടെ ചന്ദ്രനെ നോക്കിക്കേ. വാവ്, ആമസോണിൽ മിന്നൽ വെട്ടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ കുണ്ടണിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. കുണ്ടണി തുനൊമ്പ്രൈ കുണ്ടണി. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഒരു ഹാമോക്കിൽ 2 പേര് 3 പേരൊക്കെ ആയിട്ടാണ് ഇവിടെ ഫാമിലി ആയിട്ടാണ് ഫുള്ള് കിടക്കുന്നത്. ഇവിടെ രാത്രി ആരോ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഇട്ട് വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ, അവരെ കയറ്റാൻ വേണ്ടി. ഇത് കുറേ പേര് ഒരു ഗ്രൗണ്ട് പോലുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ആളുകൾ ഫോണിലൊക്കെ കളിച്ചോണ്ട് തെങ്ങിൻ്റെ അടിയിലിരിക്കുവാണ് കേട്ടോ കുറേ പെൺകുട്ടികൾ.